രാത്രിയിലെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കൊണ്ടുവന്ന പാടെ കയ്യോടെ ഞാനതങ്ങ് വെള്ളത്തിലോട്ട് കഴുകി എടുക്കുന്നുണ്ടേ, കുറച്ച് വറക്കാനും കുറച്ച് കറി വെക്കാനും. അങ്ങനെ കഴുകി എടുത്തുകൊണ്ട് വന്ന മീനകത്തോട്ട് ഞാൻ കുറച്ച് കുടമ്പുളി ഉപ്പിട്ടൊന്ന് കുടഞ്ഞ് വെക്കുന്നുണ്ടേ. ഇവിടുത്തെ കല്ലുപ്പ് തീർന്നു കാരണം ഞാൻ പൊടിയുപ്പാണ് ഇടുന്നത്. ഇങ്ങനെ കുടഞ്ഞ് വെക്കുന്നത് വീട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ മീൻകറിക്ക് അരപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നമ്മൾ മീനിലേക്ക് കുറച്ച് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കുമെന്നാണ് പറയുന്നത്. ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ചട്ടി മീൻ ഇട്ട് വെക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. എൻ്റെ ചട്ടി ഏത് വാങ്ങിച്ചാലും അടി ഇങ്ങനെ പൊട്ടിക്കിരിട്ട് അരപ്പെല്ലാം അടുപ്പിലോട്ട് വീഴുന്നുണ്ട്. ഞാനിപ്പോൾ ഉരുളിയിലാണ് മീൻകറി വെക്കുന്നത്. അങ്ങനെ ഒരു ഉരുളിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുടമ്പുളി ഇട്ട് വെക്കുന്ന കറിക്കൊന്നും നമ്മൾ ചുമന്നുള്ളി ചേർക്കാറില്ല, നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ട് നമ്മൾ ആ പുളിക്കഷ്ണമൊക്കെ അതിലേക്ക് പറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ കഷ്ണം ഇട്ടിട്ടൊന്ന് മൂടി വെച്ചു. ഇതിനിടയിൽ കൂടെ ഞാൻ മീൻ പറക്കാനായിട്ടും അവിടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒന്ന് അടുപ്പിലോട്ട് ഇട്ടിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. അങ്ങനെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോഴത്തേന് മീനിൻ്റെ ഒരു സൈഡൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീൻകറി ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഞാൻ കറക്കി വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുടെയൊക്കെ ഒന്ന് കഴുകി തുടച്ച് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ മേലൊക്കെ ഒന്ന് കഴുകാൻ പോയി. തിരിച്ച് വന്നിട്ട് നല്ല മീൻകറി മീൻ വറുത്തയും ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി